ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റവ റൊട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് റവ റൊട്ടി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ആവശ്യത്തിനുള്ള റവ എടുക്കാം. ഞാനിവിടെ 1 കപ്പും പിന്നെ ഒരു ശകലം റവ കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല തരിയായിട്ടുള്ള, ഒരുപാട് വലിയ തരിയല്ല, ചെറിയ തരി റവയാണ്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ചിരകിയ തേങ്ങ, ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ജീരകം. ഇവയെല്ലാം ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് നന്നായി മിക്സായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇനിയൊന്ന് നനച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഈ റവയെല്ലാം ഒന്ന് യോജിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ അമർത്തിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം തളിച്ചിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഇങ്ങനെ വെച്ചേക്കാം. ഇതാണ് ഒരു പരുവം. അപ്പോൾ ഈ റവയൊക്കെ ഒന്ന് സോക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു വലിയ ഉരുളകളാക്കി ഇതിങ്ങനെ തവയിൽ വെച്ച് നമുക്ക് പരത്തി കൊടുക്കാം. ഇതിങ്ങനെ ഒട്ടുമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി കയ്യിൽ നനച്ചതിന് ശേഷം ഒന്ന് ഉരുട്ടാവുന്നതാണ്. അപ്പോൾ ഉരുട്ടിയെടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി നമുക്ക് അടുത്ത് വയ്ക്കാം. കുറച്ച് വലിയ ഉരുളകളായിട്ടാണ് എടുക്കുന്നത്. ഏകദേശം ഇത്രയും ഉരുളകളാക്കി എടുക്കുക. അതിനുശേഷം നമുക്കിത് ഒരു തവയിലോട്ട് പരത്തി കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് ആവശ്യമെങ്കിൽ നമുക്ക് വെള്ളം കൂടി ഇങ്ങനെ ചേർത്ത് കൊടുത്ത് പരത്താവുന്നതാണ്. നമുക്കിത് നല്ല തിക്കായിട്ടോ തിന്നായിട്ടോ പരത്തിയെടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം തിക്നെസ്സിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. തിന്നായിട്ട് പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം വളരെ കനം കുറച്ച് പരത്തിയെടുക്കാൻ. ഈ പരത്തുമ്പോൾ ആവശ്യമെങ്കിൽ നമുക്ക് വെള്ളം ഒന്ന് കയ്യിൽ നനയ്ക്കാവുന്നതാണ്. ഇങ്ങനെ പരത്തിയതിന് ശേഷം നമുക്കിതൊരു അടപ്പ് വെച്ച് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ഭാഗം പെട്ടെന്ന് കുക്കായി കിട്ടും. കണ്ടോ, ഇപ്പോൾ ഒരു ഭാഗം നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് അടുത്ത ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് എണ്ണയോ ഗീയോ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്നും കൂടെ രുചി കൂടും. ഞാനിവിടെ അതൊന്നും ഉപയോഗിക്കണില്ല. അപ്പോൾ കണ്ടോ, എന്ത് പെട്ടെന്നാണ് നമ്മൾ റവ റൊട്ടി ഉണ്ടാക്കി കഴിഞ്ഞത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക കൂടി ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൂടി അറിയിക്കുക കൂടി ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.